പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പൊ ഉടമ്പടിയുടെ ഒരു മെക്കാനിസം മനസ്സിലായില്ലേ മക്കൾക്ക്? അതായത് എപ്പോഴെങ്കിലും സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ വന്നാൽ നമ്മൾ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യുന്നു, എപ്പോഴും അപ്ഗ്രേഡ് ചെയ്യത്തില്ല. സ്റ്റാറ്റസ് കൃപയാണ് വരാൻ പോകണമെങ്കിൽ സ്റ്റാറ്റസ് അപ്ഗ്രേഡ് ചെയ്യത്തില്ല, ഡീപ്രമോട്ട് ചെയ്യുള്ളൂ. ഇറ്റ്സ് വെരി ക്ലിയർ. ഇതിൻ്റെ വിഷയം അക്സെപ്റ്റ് ചെയ്യുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റൻസിൻ്റെ പ്രോബ്ലം ഉണ്ടാവും. അത് അമ്മയ്ക്ക് നല്ല ശരിക്കറിയാം. അതുകൊണ്ട് അവർ അക്സെപ്റ്റ് ചെയ്തു. അവരെന്താ പറഞ്ഞത്? ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോർഡ്. അവർക്ക് 16 വയസ്സേ ഉള്ളൂ. അവർ വലിയ യൂണിവേഴ്സിറ്റിയിലും തിയോളജിയും പഠിച്ച ആളല്ല, പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ യൂണിവേഴ്സിറ്റി പഠിച്ച ആളാണ്. അതുകൊണ്ട് ആത്മാവ് ഈ പറഞ്ഞ പോലെ 4:16 ഹെബ്രായ ലേഖനം എന്താ പറയണത്? വേണ്ട സമയത്ത് കൃപാവരവും കരുണയും നമ്മളിലേക്ക് ചൊരിയാൻ കൃപയുടെ സിംഹാസനത്തെയാണ് അവർ സമീപിക്കണമെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, പരിശുദ്ധ അമ്മയ്ക്കുണ്ടായ ബോധ്യങ്ങളാൽ ഞങ്ങളെ പുനരഭിഷേകം ചെയ്യണമേ. എൻ്റെ മക്കൾ, ഇതൊരു വാല്യൂ ആയിട്ട് നമ്മൾ ക്രിസ്ത്യാനിറ്റിയിൽ ഏറ്റവും വലിയ വാല്യൂ ആണത്. മൂല്യം. ഈ മൂല്യം ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് വാല്യൂ ആണിത്. വിനയപ്പെടുക എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇപ്പോൾ ഈശോ തന്നെ പറഞ്ഞില്ലേ, നിന്നെ കല്യാണ വിരുന്നിനെ വിളിച്ചാൽ ചാടിക്കയറി മുമ്പിൽ ഇരിക്കരുത്. എന്താണ്? മുമ്പിൽ ഇരിക്കുന്നതാണ് വാല്യൂ എന്നുള്ളതാണ് ലോകത്തിൻ്റെ ഒരു സെറ്റപ്പ്. അതാണ്. നീ പോയി പുറകിരിക്കണം. ദൈവരാജ്യത്തിൻ്റെ വാല്യൂ അതാണ്. ദൈവരാജ്യത്തിൻ്റെ വാല്യൂ അതാണ്. ഞാൻ പറയണത് പുറകിൽ തന്നെ ഇരിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. അവിടെ നിന്ന് മുമ്പിൽ വന്നിരിക്കാൻ ആരെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരി, നമ്മൾ പുറകിൽ ഇരിക്കുന്നതിൽ നീ ദൈവ പൈതലാണെങ്കിൽ പുറകെ ഇരിക്കുന്നതിൽ നിനക്ക് ആത്മാവിൻ്റെ അഭിഷേക സന്തോഷമുണ്ടാകും. അതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയണത്. ആരും ഞാൻ പുറകെ ഇങ്ങനെ എളിമെന്നടിച്ച് പുറകെ ഇരിക്കുമ്പോൾ ആരെങ്കിലും വന്ന് എന്നെ മുമ്പിലിരിക്കാൻ പറയുമ്പോൾ എനിക്ക് ഗമയുണ്ടാകുമെന്നൊന്നുമില്ല. അങ്ങനെയുള്ള ഗമസ്വപ്നങ്ങളൊന്നും വേണ്ട. ഞാൻ പുറകിൽ തന്നെ ഇരിക്കാം. കാര്യം എന്താ? എൻ്റെ കണ്ണ് കൃപയുടെ സിംഹാസനമാണ്. മനസ്സിലായില്ല? നാട്ടുകാരുടെ മടുത്തിട്ടൊന്നുമല്ല. അതൊക്കെ ചീഞ്ഞു പോകും. എത്ര വലിയ മനുഷ്യരായാലും. പിണറായി വിജയൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസംഗിച്ച് കേട്ടില്ലേ? എന്താണ്? ചില കാര്യങ്ങളിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല. അത് ഒരു മുഖ്യമന്ത്രി നിസ്സഹായമായിട്ട് കോടിയേരിയുടെ ശവദാഹ സമയത്ത് ഹൃദയം നിറഞ്ഞ് പറഞ്ഞൊരു വാക്കാണ്, ചില കാര്യങ്ങളിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല. കമ്മ്യൂണിസ്റ്റുകാരൻ ഇത്രയും ആകുമ്പോൾ കമ്മ്യൂണിസം തിരികെ ചെയ്യാം. പക്ഷെ വിശ്വാസി കുറച്ചുകൂടി മുമ്പോട്ട് പോകും. എല്ലാ കാര്യങ്ങളിലും എല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. എന്താ കാര്യം? നമുക്ക് മനുഷ്യന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒന്നും ചെയ്യാൻ പറ്റാത്ത മനുഷ്യന്മാരുടെ അവസ്ഥ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്ത ഈശോയാണ്. അതുകൊണ്ട് ഈശോ കൈകാര്യം ചെയ്ത എല്ലാ വിഷയങ്ങളും എന്താണ്? പിതാക്കന്മാർ മരുഭൂമിച്ച് മന്ന ഭക്ഷിച്ചു, അതുപോലെ അല്ല ഈ അപ്പം. ഈ അപ്പം ഭക്ഷിക്കുന്ന നിത്യം ജീവിക്കാൻ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുന്ന എന്നിലും ഞാൻ എല്ലാവരും വസിക്കുന്നു. സജീവനായ പിതാവാണ് അയച്ചത്, പിതാവ് മൂലം ഞാൻ ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കാൻ. കൈ ഇടിച്ച് കർത്താൻ. പ്രഗത്ഭന്മാരായ മനുഷ്യരുടെ എരിഞ്ഞടങ്ങിയ ചിതയി ചവിട്ടിക്കൊണ്ട് വീണ്ടും വിശ്വാസം മുന്നോട്ട് പോവുകയാണ്. എവിടെയാണ് പോണത്? നിത്യത വരെ അവൻ സഞ്ചരിക്കും. ഇവിടെ നമുക്കെല്ലാം ചെയ്യാൻ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ട് പോകും. കാര്യം മനുഷ്യരാശിക്ക് ഈശോയുടെ ഏറ്റവും വലിയ സംഭാവന എന്താ? നിത്യതയാണ്. നിങ്ങൾ നിത്യതയാണ് സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇപ്പം നിങ്ങൾക്ക് പല വിഷയങ്ങളില്ലേ നമുക്ക് ജീവിതത്തിൽ? പല വിഷയങ്ങളാണ് നമുക്ക്. കല്യാണത്തിൻ്റെ വിഷയം, വിവാഹം സമയത്ത് നടക്കാത്ത വിഷയം, ജോലി കിട്ടാത്ത വിഷയം, നമുക്ക് ജപ്തി നടപടി, വഴി കിട്ടാത്ത വിഷയം, വെള്ളം കിട്ടാത്ത വിഷയം, ഒത്തിരി എന്തെല്ലാം വിഷയങ്ങളാണ് ഉള്ളത്. എന്നിട്ട് ഈശോ എന്നാ പറഞ്ഞിരിക്കണത്? എന്നെ നിങ്ങൾ ഇതിലൊന്ന് കക്ഷിയാക്ക്. മനസ്സിലായില്ലേ? ഈശോ എന്താ പറയണത്? നിങ്ങളുടെ ഈ ഇല്ലായ്മ പ്രശ്നത്തിലേ എന്നെ ഒന്ന് കക്ഷിയാക്ക്. അപ്പോൾ ഉടമ്പടി നമ്മളെന്താ പറയണത്? നിങ്ങളെ വിശുദ്ധീകരിക്കണമെന്ന് പറയും, ഇല്ലേ? വിശുദ്ധീകരിക്കണം. എന്തുകൊണ്ട്? എന്താ പറയണത്? എന്തുകൊണ്ട് അങ്ങനെ പറയണം? ഉടമ്പടിയിൽ നിങ്ങളെ വിശുദ്ധീകരിക്കണം എന്ന് പറയാൻ കാര്യം എന്താണ്?
ഉടമ്പടി രണ്ട് കക്ഷികൾ തമ്മിലുള്ള ബയലാറ്ററൽ എഗ്രിമെൻ്റാണ്. ഇതം പ്രഥമമായി നീ ദൈവത്തെ ഒരു കക്ഷിയായിട്ട് മറുകക്ഷിയായിട്ട് ദൈവവും നീയും തമ്മിലൊരു എഗ്രിമെൻറ്റിൽ വരികയാണ്. എഗ്രിമെൻ്റ് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെയൊക്കെ ഈ ഉടമ്പടിയുടെയൊക്കെ സാക്ഷാത്കാരങ്ങളിൽ നമ്മുടെ IELTS പാസ്സാകണത്, നമുക്ക് ജോലി കിട്ടണതും PR വെക്കണതും അല്ല, മാത്രമല്ല നിത്യത വരെയുള്ള ഇതിൻ്റെ പാക്കേജാണ്. കുർബാന സ്ഥാപിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അതാണ്, നിത്യതയാണ്. ഒരു വ്യക്തി ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ക്രിസ്തു ക്രൂശിക്കപ്പെട്ട സാഹചര്യത്തിൻ്റെ ആത്യന്തികമായ ദൈവിക ലക്ഷ്യത്തെ ബഹുമാനത്തോടെ വീക്ഷിക്കാൻ തുടങ്ങിക്കൊണ്ട് നിത്യജീവന് വേണ്ടി ജീവിച്ചാൽ ആ നിമിഷം മുതൽ നിന്റെ അനുദിന ജീവിതത്തിൽ ദൈവം തീരുമാനം ഉണ്ടാക്കും. കൈയിടിച്ച് കർത്താവിനെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ, നമ്മൾ ഉടമ്പടിയിൽ പിക്കപ്പ് പുരോഗമിക്കുന്ന അനുസരിച്ച് കൊണ്ട് എൻ്റെ സഹോദരങ്ങളെ നിത്യതയെക്കുറിച്ചുള്ള ആശയങ്ങളെ കൂടുതൽ ഉൾക്കൊള്ളുകയും പുതിയ ബോധ്യങ്ങൾ രൂപപ്പെട്ടു വരികയും ചെയ്യണം. നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിസ്സാരമായ കാര്യങ്ങളാണ്. സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകത്തില്ലേ? എല്ലാം എത്ര ഭയങ്കര ഗംഭീരമായ സങ്കടമായിട്ട് അവതരിപ്പിച്ചിട്ട് അവർ അവസാന സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ ഓർക്കും, അയ്യോ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ഉടമ്പടിയിൽ നടക്കും. എന്താ കാര്യം? ഉടമ്പടിയിൽ മറുകക്ഷി ആരാണ്? ദൈവമാണ്. നിങ്ങൾ ദൈവവുമായിട്ട് ഒരു കക്ഷി ചേർന്ന് ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നത് കൊണ്ടാണ് നമ്മൾക്ക് വിശുദ്ധീകരണം ആവശ്യമായി വരണത്. പിടികിട്ടിയോ? ചില ആൾക്കാർ കുമ്പസാരിക്കണം എന്തിനാണ്? കുർബാന സ്വീകരിക്കാനാണ്. അവരുടെ ഒരു അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ വേറൊരു അനുഷ്ഠാനം ചെയ്തിട്ട് യാന്ത്രികമായിട്ട് പോകുന്ന ആൾക്കാരുകൊണ്ട് അതുകൊണ്ട് അവർക്ക് ഏണിംഗ് ഒന്നും ഉണ്ടാകണില്ല. എന്താ കാര്യം? അവർ ബോധ്യത്തോടു കൂടിയല്ല ജീവിക്കണത്. അനുഷ്ഠാനത്തിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ അവർ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് പോവുകയാണ്. സിസ്റ്റം ഫോളോ ചെയ്യണതല്ല ഉടമ്പടി. ഉടമ്പടി എന്ന് പറയുന്നത് കുർബാന പോലും കർത്താവ് ഉടമ്പടിയായിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അല്ല ഒരു പ്രാർത്ഥനാ വിധിയായിട്ടല്ലല്ലോ, ഉടമ്പടിയല്ലേ. ഇത് പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. അപ്പോൾ ക്ലിയർ അല്ലേ? ക്രിസ്തു വന്നാൽ ഉടമ്പടിയെ ചെയ്യത്തുള്ളൂ. അതായത് നിന്നെ കക്ഷിയാക്കണമെങ്കിൽ ദൈവത്തിന് ഉടമ്പടിയാണ്. നിന്നെ ഒരു ചുമ്മാ ഒരു വിശ്വാസിയാക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ റാങ്കിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ വിഷയമൊന്നുമില്ല. പക്ഷേ വിഷയമുള്ളത് എന്താണ്? അത് കിട്ടിയാൽ കിട്ടി, കിട്ടണമെന്ന് നിർബന്ധമില്ല. നീ ഒരു വിശ്വാസിയല്ലേ. ഇവിടെ എപ്പോഴും എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇത് റാൻസം, ഇത് ഈ ഫെയ്ത്ത് റാൻസമിൻ്റെ ഫെയ്ത്താണ്. റാൻസം എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങളൊക്കെ ഇംഗ്ലീഷിൽ പഠിച്ചു വെച്ചിരിക്കുന്ന കാരണമുള്ള കുഴപ്പമാണ്. ആരുടെയും പേരല്ല. ഈ മോചനദ്രവ്യത്തിനാണ് റാൻസം എന്ന് പറയുന്നത്. മോചനദ്രവ്യം. ഇപ്പോൾ നമ്മൾ ഒരാളെ ജാമ്യത്തിൽ ഇറക്കണം. ഇപ്പോൾ 5 കോടി രൂപയൊക്കെ വെക്കാൻ പറഞ്ഞില്ലേ? PFI 5 കോടി രൂപ വെക്കാൻ പറഞ്ഞില്ലേ ജാമ്യത്തിന് ഇറക്കാൻ? ഇല്ലേ, ജാമ്യത്തിന് ഇറക്കാൻ 5 കോടി രൂപ. 5 കോടിയൊക്കെ കൊണ്ട് തരുമെന്ന് അറിയത്തില്ല. അപ്പോൾ അതിനാണ് റാൻസം എന്ന് പറയണത്, മോചനദ്രവ്യം. കർത്താവ് 5 കോടിയല്ലല്ലോ വെച്ചത്. നമ്മൾ ജാമ്യത്തിൽ ഇറക്കിയിരിക്കണം 5 കോടി കൊണ്ടാണോ? അല്ല. 50,000 കോടി കൊണ്ടാണോ? അല്ല. വിലമതിയാത്ത രക്തത്താൽ അവന് വിലക്ക് വാങ്ങി കൈയിടിച്ച് കർത്താവ്. 1 കൊരിന്തോസ് 6:20. 1 കൊരിന്തോസ് 6:20. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. എന്ത് വിലയാണ് കൊടുത്തത്? നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. റാൻസം പേ ചെയ്തിരിക്കുന്നത് ആരാണ്? ആളാണ്. എന്ത് വിലയാണ് കൊടുത്തത്? 1 പത്രോസ് 1 ലേഖനത്തിൽ 1-ാം അധ്യായം 18-ാം വാക്യം. 1 പത്രോസ് 1:18. ശ്രുതികട്ടെ ഹല്ലേലൂയ. 1 പത്രോസ് 1:18. പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ
സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഒന്ന് ഡേറ്റ് പറഞ്ഞ പിതാക്കന്മാരിൽ നിന്ന് വായിച്ചു കൊടുത്തോളൂ. നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കറയോ അമൂല്യ രക്തം കൊണ്ടത്രേ. വിലക്ക് വാങ്ങപ്പെട്ടത് ക്രിസ്തുവിന്റെ അമൂല്യ രക്തത്തിന്റെ വിലയെന്ന് വെച്ചാൽ കറയോ കളങ്കമോ ഇല്ലാത്തതാണ്. കറയോ കളങ്കമോ ഇല്ലാത്ത അമൂല്യമായ രക്തം, വിലമതിയാത്ത രക്തം നമുക്ക് വേണ്ടി ചിന്തി നമ്മൾ വിലക്ക് വാങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ എപ്പോഴും ഈ ഇക്കോണമി വർക്ക് ചെയ്യണത്, റിഡംഷൻ ഇക്കോണമി, അതായത് നമ്മളെ രക്ഷാകരമായ ഒരു ശാസ്ത്രം വർക്ക് ചെയ്യണത് റാൻസമിലായിരിക്കും. എന്താണ്? മോചനദ്രവ്യത്തിലായിരിക്കും. എൻ്റെ മക്കളത് താത്വികമായിട്ട് മനസ്സിലാക്കണം. കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കൈ നനയാൻ മീൻ പിടിക്കാൻ പറ്റുന്നവരൊക്കെ ഇവിടുന്ന് പായിക്കണത്. ഉടമ്പടി എടുത്തതാണ്, പുതുക്കിയതാണ്, നോക്കട്ടെ എന്നൊക്കെ പറയവേ. എന്താ കാര്യം? ഇവർ വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ അവരത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ? ചുമ്മാ വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം ഇപ്പോൾ ഓടി അച്ഛനെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നതാണോ? എല്ലാം നോക്കും. ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് മൈ ടൈം. അതാണ് പ്രശ്നം. ചുമ്മാ ഒരു ജഡിക സന്തതിക്കുന്നത് അയാൾ പറഞ്ഞ പിതാക്കന്മാരുടെ രീതി അനുസരിച്ച് വ്യർത്ഥമായ ജീവിത രീതി എന്നല്ലേ കണ്ട എഴുതിയിരിക്കണ. 10 ദിവസം എന്നാ മിടുക്കാണ്ടിരിക്കണത്, പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത്. അപ്പോൾ മനുഷ്യന്മാർ കുറേ ആചാരാനുഷ്ഠാനങ്ങളും പല രീതികളും മാമൂലൊക്കെ വെക്കും. വ്യർത്ഥമായ ജീവിതത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടത് എങ്ങനെയാണ്? ക്രിസ്തു പേയ്മെൻറ്റ് നടത്തിയിട്ടാണ്. ആൻഡ് ദിസ് ഇറ്റ് ഈസ് പേയ്മെൻറ്റ്. മനസ്സിലായില്ലേ? ക്രിസ്തു പേയ്മെൻറ്റ് നടത്തിയിട്ടാണ്. ഈ പേയ്മെൻറ്റ് നിങ്ങൾക്ക് വേണ്ടി മുടക്കിയവനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അന്ത്യകാലം വരെ ആ ഒരു ബോധം ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ അവൻ പേയ്മെൻറ്റ് നടത്തിയത് നിങ്ങൾക്ക് IELTS പാസ്സാക്കാൻ വേണ്ടി മാത്രമാണ്, നിങ്ങളുടെ വസ്തു വിൽക്കാൻ വേണ്ടി മാത്രമാണോ? നിങ്ങളുടെ പണ്ട് നല്ല പെണ്ണിനെയും ചെറുക്കനെയും കിട്ടാൻ വേണ്ടിയാണോ അവൻ വിശുദ്ധമായ രക്തം വീണ്ടെടുക്കുക അവൻ കൂടെ മുടക്കിയത്? ദാറ്റ് മീൻസ് യു മസ്റ്റ് നോ ബൈ നോ മീൻസ്. എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, എനിക്ക് നിത്യത തരാൻ വേണ്ടിയാണ്. സോ നിങ്ങൾ നിത്യജീവിതത്തെ സ്നേഹിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്രിസ്തുവിനെ സ്നേഹിച്ചു. നിങ്ങൾ ക്രിസ്തുവിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ദൈവിക പദ്ധതിയെ സ്നേഹിച്ചു. ദൈവ പദ്ധതിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അതിനെ അട്ടിമറിച്ച് ആദ്യ പാപത്തിന് വക്താക്കളെ നിങ്ങൾ എതിർക്കുന്നു. കൈയിട്ടിച്ച് കിടത്താൻ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ ഈ മോചനദ്രവ്യം എന്നുള്ളത്, റാൻസം എന്നുള്ളത് നമ്മുടെ ആധ്യാത്മികതയിൽ അവിഭാജ്യമായൊരു ഘടകമാണ്. മോചനദ്രവ്യം എന്തുമാകാം. പക്ഷേ നിൻ്റെ അൾട്ടിമേറ്റ് എയിം, ആത്യന്തികമായ നിൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം? നിത്യമായ വീണ്ടെടുപ്പ് നടത്തിയ ക്രിസ്തുവിൻ്റെ രക്തത്തോട് ഐക്യദാർഢ്യം പുലർത്തുന്ന ഒരു ആധ്യാത്മിക ജീവിതമാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ, ശ്രുതികട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ എൻ്റെ ദൈവ പൈതലേ, എന്തെങ്കിലും സ്റ്റാറ്റസ് ചേഞ്ച് വരുമ്പോൾ, ഒരു സ്റ്റാറ്റസ് ചേഞ്ച്, ഇപ്പം ഈ ഇക്കോണമി കണ്ടല്ലോ, സ്റ്റാറ്റസ് ചേഞ്ചിലൂടെ ഉണ്ടാക്കിയിട്ടെടുത്തുള്ള വരുമാനമാണ്. ക്രിസ്തു വരുമാനം ഉണ്ടാക്കുന്ന മാർഗം നമ്മൾ മനസ്സിലാക്കണം. അതിനെന്താണ്? പ്രകൃത്യാ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്തു, അല്ലേ? അവൻ ദാസനായി. പിന്നെന്താണ്? മരണത്തോളവും. പിന്നെ സ്റ്റാറ്റസ് ഡീപ്രമോട്ട് ചെയ്ത് കുരിശുമരണത്തോളവും തന്നെ താഴ്ത്തി. ഇപ്പം നമ്മളുടെ മെരിറ്റ് പോകുമ്പോൾ നമ്മുടെ പെയിൻറ്റ് പോകും. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ റഷ്യൻ്റെ സാക്ഷ്യത്തിൻ്റെ ബയോളജി എന്താണ്?
റഷ്യൻ നല്ല പിക്കപ്പിൽ ഇങ്ങോട്ട് വരികയാണ്. ഒരു 90, 95, 97 റാങ്കിൽ വരികയാണ്, മാർക്കിൽ വരികയാണ്. പക്ഷേ നെറ്റും ഗേറ്റും എഴുതിയപ്പോൾ നോവെയറായിപ്പോയി, ഒരിടത്തും എത്തിയില്ല. അപ്പോൾ കോൺഫിഡൻസ് പോയി. മനസ്സിലായില്ലേ? ഈ കോൺഫിഡൻസ് പോകുമ്പോൾ നമ്മൾക്ക് ഈ കോൺഫിഡൻസ് പോയ കോൺഫിഡൻസ് വിറ്റ് അത് മിക്കവാറും ഈ സ്ക്രാപ്പ് ഐറ്റംസൊക്കെ എടുത്തുള്ളൂ ദൈവം. നമുക്ക് കോൺഫിഡൻസ് പോകുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാകണത്? നമുക്ക് വിൽക്കാൻ വേണ്ടി എന്താണ് കൊടുക്കാനുള്ളത്? നിരാശ, ഇല്ലേ? കോൺഫിഡൻസ് പോകുമ്പോൾ നമുക്ക് എന്താണ് ഉണ്ടാകുന്നത്? നിരാശ, പിന്നെ സങ്കടം, പിന്നെ പറ്റിപ്പോയില്ല എന്നുള്ള ഇച്ഛാഭംഗം, ഇങ്ങനെ കുറേ നെഗറ്റീവ് സ്ക്രാപ്സ് ഉണ്ടാവും. ഈ സാധനമാണ് വിൽക്കേണ്ടത്. അല്ലാതെ ഇത് അയ്യോ എനിക്കിങ്ങനെ സംഭവിച്ചല്ല, ഞാൻ ഇത്തരം നാളെല്ലാം ഓക്കെ ആയിട്ടിരുന്ന ആളാണല്ല, ഞാനെല്ലാം 87, 90 മാർക്ക് മേടിച്ചിരുന്ന ആളല്ല, ഞാൻ ഈ മാർക്ക് ലിസ്റ്റ് പോലും ആരെയും കാണിക്കില്ല. എൻ്റെ കൂട്ടുകാരെ എന്നെക്കുറിച്ച് എന്നാ വിചാരിക്കും, അവരുടെ ഉള്ളിലുള്ള എന്നെക്കുറിച്ചുള്ള സ്റ്റാറ്റസ് അവർ ഡീപ്രമോട്ട് ചെയ്താൽ എന്നാ ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് അത് കാണിക്കാതെ എങ്ങനെ ഇരിക്കുമോ സംഭവം. അച്ഛൻ പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് മാർക്ക് കുറവാണ്, നിങ്ങൾ എൻ്റെ അടുത്ത് പറ്റിപ്പോയതാണെന്നുള്ളത് കൂട്ടുകാരറിയണമെങ്കിൽ അറിയിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ആധ്യാത്മികമായിട്ട് അതിനൊരു 10-80 മാർക്കോളം കിട്ടും. എന്താ കാര്യം എന്നറിയാവുക? നിങ്ങൾ ക്രിസ്തുവിൻ്റെ കൂടെ ഐക്യപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്കുണ്ടാകുന്ന നെഗറ്റീവ്സ്, കാര്യം നെഗറ്റീവ്സ് എല്ലാം എടുത്തതല്ലേ ക്രിസ്തുവിൻ്റെ വിജയം. ക്രിസ്തുവിന് മാത്രമേ, ഈ മനുഷ്യന്മാർക്കാണല്ലേ ഈ പോസിറ്റീവ് എല്ലാം എടുത്തിട്ട് ആനക്കാര്യമാണെന്ന് പറയണത്. എത്ര ആനക്കാര്യമായാലും കഥയില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോഴേ ക്രിസ്തു എന്ത് ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ ഈ വാല്യൂ സിസ്റ്റം അങ്ങോട്ട് അപ്പ് ആൻഡ് ഡൗൺ ആക്കി കളഞ്ഞ്, മനുഷ്യൻ മ്ലേച്ഛം, മനുഷ്യൻ ന്യൂനം, മനുഷ്യൻ വിലയില്ലാത്തതെന്ന് പറഞ്ഞ സംഭവത്തിനൊക്കെ എടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് അത് കൊടുത്ത് പർച്ചേസിങ് നടത്തി. കൃപയുടെ പർച്ചേസിങ് നടത്തുന്നത് എങ്ങനെയാണ്? അത് പൗലോസിന് ആ കാര്യം മനസ്സിലായി. പൗലോസിന് ഇതിൻ്റെ ഗുട്ടൻസ്, ഈ ബിസിനസ്സിൻ്റെ ലാഭം എങ്ങനെയാണ് പോകണമെന്നുള്ളത് മനസ്സിലായി. മനസ്സിലാക്കിൻ്റെ പൗലോസ് എന്നാ ചെയ്തെന്ന് വെച്ചാൽ, പൗലോസ് ഈ അപ്പ് ആൻഡ് ഡൗൺ വാല്യൂ സിസ്റ്റം ചേഞ്ച് ചെയ്തതിൻ്റെ ആ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആ ഫോർമുല എടുത്തിട്ട് പൗലോസ് എന്നാ പറഞ്ഞതെന്നറിയാവോ? എൻ്റെ കഷ്ടങ്ങളിൽ, ക്ലേശങ്ങളിൽ, സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്തതിൽ എനിക്ക് വന്നുപെട്ടു പോയിട്ടുള്ള എല്ലാവിധ സങ്കടങ്ങളെയും ഞാൻ ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളോട് ചേർത്ത് വെക്കുന്നു. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കുക. യേശുവേ